ഇന്ന് നമുക്ക് ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന നരിവേട്ട എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. വയനാട്ടിലെ മുത്തങ്ങയിൽ ആദിവാസി ജനങ്ങൾക്ക് നേരെ നടന്ന വെടിവെപ്പ്, ആ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് കഥ മുന്നോട്ടു പോകുന്നതും. എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ കഥാനായകനായ CPO പീറ്റർ വർഗീസിനെയാണ് കാണിക്കുന്നത്. പീറ്റർ ആരെയൊക്കെയോ പേടിച്ചാണ് ഓടിപ്പോകുന്നതും ഒടുവിൽ ഓടി ഓടി കാടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ പീറ്ററിനെ ഫോളോ ചെയ്തു വരുന്നത് ഒരു കൂട്ടം പോലീസുകാരാണ്. പീറ്റർ ആണെങ്കിൽ കാടിനുള്ളിലേക്ക് കയറിയതറിഞ്ഞ് പോലീസുകാരും കൂടെ കയറുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഈ പീറ്റർ ആണെങ്കിൽ പോലീസുകാരുടെ കൺമുന്നിൽ തന്നെ വന്ന് പെടുന്നു. അങ്ങനെ പോലീസുകാരെ പീറ്ററിനെ അവിടെയിട്ട് തല്ലി ചതച്ച് ആളൊഴിഞ്ഞ ഒരു ഗോഡൌൺ പോലുള്ള സ്ഥലത്തേക്കാണ് പീറ്ററിനെ കൊണ്ടുപോകുന്നതും. പിന്നീട് 2003 നവംബർ 11 വയനാട് മുത്തങ്ങയാണ് കാണിക്കുന്നത്. മുത്തങ്ങ കാടിനുള്ളിലെ ഒരു കൂട്ടം ആദിവാസി ജനവിഭാഗം. ഇവർക്ക് കയറി താമസിക്കുവാനായിട്ട് നല്ല വീടോ പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമോ ഇല്ല. വന്യജീവികളെയൊക്കെ ഭയന്നാണ് അവർ അവിടെ ജീവിക്കുന്നതും. അത്രയ്ക്കും കഷ്ടപ്പാടാണ് അവർക്ക്. ഇവർക്കൊരു നേതാവുണ്ട്, CK ശാന്തി. ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ശാന്തി ഒരുപാട് പോരാടുന്നുണ്ട്. അവിടെയുള്ള ഉയർന്നൊരാളിനോട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോയി എന്നാ സംസാരിക്കുന്നത് എന്ന് ശാന്തി ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കാം, അതിന് നിങ്ങൾ ഈ കാട് വിട്ട് പുറത്തേക്ക് വരണമെന്ന് പറയുന്നു. അത് കേട്ട് ശാന്തി ചോദിക്കുന്നത്, അല്ല ഞങ്ങൾ ഈ കാട് വിട്ടിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിറവേറ്റി തരുമോ എന്നായിരുന്നു. പക്ഷെ അതിനവർക്ക് മറുപടിയില്ല. ഞങ്ങളുടെ ആവശ്യമൊക്കെ നിറവേറുന്നത് വരെ ഞങ്ങൾ പോരാടിക്കൊണ്ടേയിരിക്കുമെന്നും CK ശാന്തി പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് കഥാനായകനായ പീറ്റർ വർഗീസിനെയാണ്. പീറ്റർ ആണെങ്കിൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് എക്സാം ഒക്കെ എഴുതിയിട്ട് നിൽക്കുന്നു. പീറ്ററിനാണെങ്കിൽ 60 സെന്റ് പുരയിടമുള്ളത് കൊണ്ട് ജോലിക്കൊന്നും പോകുവാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. മാത്രമല്ല ഈ പോലീസ് ജോലിയൊന്നും അവനൊട്ടും താല്പര്യമേ ഇല്ല. പീറ്ററിന് നല്ല ഉയർന്ന പോസ്റ്റിലേക്കാണ് നോട്ടവും. അതിനു വേണ്ടിയിട്ട് ചെറുതായിട്ടൊക്കെയാണ് പീറ്റർ ശ്രമിക്കുന്നതും. മാത്രവുമല്ല വരുന്ന നല്ല നല്ല ജോലികളൊന്നും വേണ്ടാന്ന് വെക്കുന്ന പീറ്ററിനോട്, എടാ നീ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ വരുന്ന ജോലികളെല്ലാം ഉപേക്ഷിക്കുന്നത്, നിനക്ക് വല്ല ജോലിക്കും പൊക്കിയുടെ എന്നും അമ്മ ചോദിക്കുന്നു. എന്നാൽ പീറ്റർ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നതേയില്ല. പീറ്റർ അമ്മ പറയുന്നതെന്ന് കേൾക്കാതെ അവിടെ നിന്നും തന്റെ സൈക്കിളും എടുത്ത് ഒരു ബോട്ടിനെ ഫോളോ ചെയ്തു പോകുന്നു. ആ ബോട്ട് പീറ്ററിന് വ്യക്തിത്വമുണ്ട്. അതും പീറ്ററിന് അത്രമേൽ പ്രിയപ്പെട്ട ആള്. ആ ആളുടെ പേരാണ് നാൻസി. പീറ്ററിന്റെ കളിക്കൂട്ടുകാരിയാണ് നാൻസി. കുട്ടിക്കാലം മുതലേ ഇവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. നാൻസിക്ക് ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ പീറ്ററിന്റെ ചെറിയ ചെറിയ ചിലവുകളെല്ലാം നോക്കുന്നതും നാൻസിയാണ്. പീറ്റർ എന്താ ജോലിക്ക് പോകാത്തത്, നിനക്കൊരു ജോലിക്കൊക്കെ പൊക്കിയുടെ എന്നും നാൻസി പീറ്ററിനെ ഉപദേശിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ശരിയാകില്ല, നീ ഒരു ജോലിക്ക് പോയേ പറ്റൂവെന്നും നാൻസി പറയുമ്പോൾ അത് കേട്ട് അതിന് മറുപടിയായിട്ട് പീറ്റർ പറയുന്നത്, അടുത്ത മാസം ഒരു എക്സാം വരുന്നുണ്ട്, അത് എഴുതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫേ രക്ഷപ്പെട്ടുവെന്നും പീറ്റർ പറയുന്നു. അങ്ങനെ അവരുടെ പ്രണയ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഒരിക്കൽ നാൻസിയുടെ അച്ഛനാണെങ്കിൽ പീറ്ററും നാൻസിയും പ്രണയത്തിലാണെന്നുള്ള കാര്യം അറിയുന്നു. അച്ഛനാണെങ്കിൽ പീറ്ററും നാൻസിയും പ്രണയിക്കുന്നതിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതിന് മെയിൻ കാരണം പീറ്ററിന് ജോലിയില്ല, അത് തന്നെയാണ്. അങ്ങനെ നാൻസിയുടെ അച്ഛനാണെങ്കിൽ പീറ്ററിനെ വന്ന് കണ്ടിട്ട്, നീ എന്റെ മകളെ കെട്ടാൻ പോകുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. അല്ല നീ അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളെ എങ്ങനെ നോക്കും, നിനക്കതിന് ജോലി വല്ലതുമുണ്ടോ, അതുകൊണ്ട് ജോലിയും കൂലിയും ഇല്ലാത്ത നിനക്ക് കെട്ടിച്ചു തരാനായിട്ട് എനിക്കൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് നാൻസിയുടെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നതും. അച്ഛൻ അങ്ങനെ പറഞ്ഞെങ്കിലും പീറ്റർ തന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് തന്റെ ചെറിയച്ഛനായ ബെന്നിയും കൂട്ടി നാൻസിയുടെ വീട്ടിലേക്ക് പോയി പെണ്ണാലോചിക്കും. എന്നാൽ അപ്പോഴും നാൻസിയുടെ അച്ഛൻ പറയുന്നത്, ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന ഇവന് പെണ്ണ് കൊടുക്കുവാനായിട്ട് എനിക്കൊട്ടും താല്പര്യമില്ല എന്നായിരുന്നു. അത് കാരണം പീറ്ററിന് ഒരുപാട് സങ്കടമാകും. സങ്കടത്തോടെയാണ് വീട്ടിലേക്ക് വരുന്നതും. പീറ്ററിന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അമ്മ പറയുന്നത്, എടാ ജോലിയൊന്നുമില്ലാതെ നടക്കുന്ന നിനക്ക് എങ്ങനെ വിശ്വസിച്ചാ പെണ്ണ് തരുന്നത്, നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കണ്ടേ, പിന്നെ നിന്നെ വിളിച്ചിട്ട് ഇത്രയും നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സെന്നുള്ള കാര്യവും പീറ്ററിനോട് അമ്മ പറയുന്നു. പീറ്റർ ആണെങ്കിൽ അതെല്ലാം കേട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതേസമയം പീറ്ററിന്റെ വീട്ടില് ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ജോബ് ഓഫറിനുള്ള ലെറ്റർ ആയിരുന്നു. പീറ്ററിന് ഗവൺമെന്റ് ജോലി കിട്ടിയിരിക്കുകയാണ്, അതും പോലീസിൽ കോൺസ്റ്റബിൾ ആയിട്ട്. അതറിയുന്നതും പീറ്ററിന്റെ അമ്മയ്ക്കും ചെറിയച്ഛനായ ബെന്നിക്കും ഒരുപാട് സന്തോഷമായി. അവർ സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് എന്നാൽ പീറ്ററിനാണെങ്കിൽ ഒട്ടും സന്തോഷമില്ല. അവൻ ആ ജോലിക്ക് പോകുവാനായിട്ട് താല്പര്യമില്ല. വേറെ വലിയ ജോലികളൊക്കെയാണ് താൻ നോക്കുന്നതെന്ന് പീറ്റർ പറയുമ്പോൾ അതെല്ലാം കേൾക്കുന്ന അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. അമ്മ ദേഷ്യപ്പെട്ട് വീടിനകത്തേക്ക് കയറിപ്പോകുന്നു. എന്നാൽ ചെറിയച്ഛനായ ബെന്നി പീറ്ററിനെ ഒരുപാട് ഉപദേശിക്കും. എടാ നിനക്ക് എന്തായാലും ഒരു ജോലി വേണം, നിനക്കിത് ഇഷ്ടമല്ലെങ്കിലും ഈ ജോലിക്ക് നീ പോകണം, നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നീ ഈ ജോലിക്ക് പോകുവാനായിട്ട് ബെന്നി അവനെ ഉപദേശിക്കുന്നു. അങ്ങനെ പീറ്റർ തനിക്ക് ജോലി കിട്ടിയ കാര്യം നാൻസിയോട് പറയും.
പക്ഷേ പീറ്ററിന് ഈ ജോലിക്ക് പോകുവാനൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം നാൻസിക്ക് അറിയാലോ. പോലീസ് ജോലിയോട് അവൻ ഒട്ടും താല്പര്യമില്ലാത്തതാണ്. അതറിയാവുന്ന നാൻസി ആണെങ്കിൽ അവനോട് പറയുന്നത്, എന്തായാലും ഈ ഒരു ജോലിക്ക് കയറ്, അതിൽ നിന്നുകൊണ്ട് തന്നെ വേറെ ടെസ്റ്റൊക്കെ എഴുതി വേറെ ജോലിക്ക് കയറാമല്ലോ. അപ്പോൾ ഞാൻ എന്റെ അച്ഛനോട് സംസാരിച്ച് നമുക്ക് കല്യാണവും റെഡിയാക്കാം എന്നുള്ള കാര്യം നാൻസി പറയുന്നു. അങ്ങനെ ഒരുവിധം സമാധാനത്തോടു കൂടി പീറ്റർ ആണെങ്കിൽ ജോലിക്ക് ജോയിൻ ചെയ്യുകയാണ്. അതും അവൻ ഒട്ടും താല്പര്യമില്ലാത്ത ജോലിക്കാണ് അവൻ ജോയിൻ ചെയ്യുന്നത് പോലും. കോൺസ്റ്റബിൾ ആയിട്ട് കയറുന്ന പീറ്ററിന് അവിടെ വെച്ച് തന്നെ മറ്റൊരു കോൺസ്റ്റബിളായ ബഷീറിനെ കൂട്ടുകിട്ടുകയാണ്. ബഷീർ വളരെ പാവമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും നല്ല കമ്പനിയാകുന്നു. പീറ്റർ ആണെങ്കിൽ അവിടെ നിൽക്കുമ്പോഴും എപ്പോഴും പഠിത്തമാണ്. പഠിച്ച് മറ്റൊരു പോസ്റ്റിൽ കയറുക, അത് തന്നെയാണ് പീറ്ററിന്റെ ലക്ഷ്യവും. പീറ്റർ എന്ന് പഠിക്കുന്നത് കാണുന്ന ബഷീർ ആണെങ്കിൽ, നീ എന്തിനു വേണ്ടിയിട്ടാ പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അടുത്ത മാസം സെക്രട്ടറിയുടെ ഒരു എക്സാം വരുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാ. എനിക്ക് ഈ ജോലിയിലൊന്നും ഒട്ടും താല്പര്യമില്ല, എങ്ങനെയെങ്കിലും പഠിച്ച് മറ്റൊരു ജോലിയിലേക്ക് പോകണം, അതാണ് എന്റെ ലക്ഷ്യമെന്നും പീറ്റർ പറയുന്നു. അപ്പോൾ ബഷീർ ആണെങ്കിൽ പീറ്ററിനോട് പറയുന്നത്, നീ എന്തായാലും നന്നായിട്ട് പഠിക്ക്, നീ ആഗ്രഹിക്കുന്ന ജോലി നിനക്ക് കിട്ടുമെന്നും പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ബഷീർ. അതെല്ലാം കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് വയനാട്ടിലെ ജനങ്ങളെയാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് സർക്കാർ ഭൂമി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും യാതൊരുവിധ അറിവുമില്ല. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് പോരാട്ടം നടത്തുകയാണ് വയനാട്ടിലെ ജനവിഭാഗം. അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം പോലീസുകാരും അവിടേക്ക് എത്തുന്നുണ്ട്. ആ ഒരു പോലീസുകാരുടെ കൂട്ടത്തിൽ പീറ്ററും ബഷീറും ഒക്കെ ഉണ്ടായിരുന്നു. ജനങ്ങളെ എത്ര തന്നെ തടയുവാനായിട്ട് നോക്കിയിട്ടും ജനങ്ങൾ ഒതുങ്ങുന്നതേയില്ല. വലിയൊരു പോരാട്ടം തന്നെ നടക്കുന്നു. എന്നാൽ ഈ പീറ്റർ ആണെങ്കിൽ അതിലൊരു വയസ്സായ ആളിനെ ഒരുപാട് തല്ലും. അത് കാണുന്ന മറ്റൊരു പോലീസ് ഓഫീസർ ആണെങ്കിൽ പീറ്ററിനെ മാറ്റി നിർത്തിയിട്ട്, നീ എന്തിനാ അയാളെ തല്ലുന്നത്? നിന്റെ അച്ഛന്റെ പ്രായം വരില്ലേ? ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്തുകൂടാ. നമ്മളിവരെ എങ്ങനെയെങ്കിലും തടയാനേ നോക്കാവൂ, അല്ലാതെ ഇവരെ ഉപദ്രവിക്കരുത് എന്നുള്ള കാര്യം പോലീസുകാരനാണെങ്കിൽ പീറ്ററിനോട് പറയുന്നു. പീറ്ററിനെ മാറ്റി നിർത്തുകയും ചെയ്യുകയാണ്. പീറ്ററിന്റെ ഈ പെരുമാറ്റമെല്ലാം ശ്രദ്ധിക്കുന്ന ബഷീർ ആണെങ്കിൽ, നമ്മൾ കോൺസ്റ്റബിൾ റാങ്കിലുള്ളവരാ, നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ, അതുകൊണ്ട് നീ തൽക്കാലം എന്നോടൊപ്പം നിൽക്കുവാനായിട്ട് പീറ്ററിനോട് ബഷീർ പറയുകയാണ്. അടുത്ത ദിവസം ഉയർന്ന ഉദ്യോഗസ്ഥന് ഫാക്സ് വരികയാണ്. വയനാട്ടിൽ പോരാട്ടം നടത്തുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ഫോഴ്സിനെ അങ്ങോട്ട് അയക്കണമെന്നായിരുന്നു ആ ഒരു ഓർഡറും. അതനുസരിച്ച് കുറച്ച് പോലീസുകാരെ അവിടേക്ക് വിടുവാനായും തയ്യാറായി. അതിൽ പീറ്ററിന്റെ പേരുമുണ്ട്. എന്നാൽ പീറ്ററിനാണെങ്കിൽ അതിനൊട്ടും താല്പര്യമില്ല. പീറ്റർ അക്കാര്യം ബഷീറിനോട് പറയുന്നു, എനിക്കിതിന് ഒട്ടും താല്പര്യമില്ല, ആ ഒരു ഫോഴ്സിനൊപ്പം പോകുവാനും എനിക്ക് താല്പര്യമില്ല, എനിക്ക് അവിടെ പോയിരിക്കണ്ട. എന്റെ ആഗ്രഹം അടുത്ത മാസത്തെ എക്സാം എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സായി ഇതിൽ നിന്നും പോകണമെന്നാണ്. എങ്ങനെയെങ്കിലും ആ ഒരു ലിസ്റ്റിൽ നിന്നും എന്റെ പേരെടുത്ത് മാറ്റുമോ? ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നുള്ള കാര്യം പീറ്റർ ബഷീറിനോട് പറയുന്നു. എന്നാൽ പാവപ്പെട്ട ബഷീർ എന്ത് ചെയ്യാനാ? ബഷീറിനെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ബഷീർ പറയുന്നത്, എടാ എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല, നീ ഒരു കാര്യം ചെയ്, ഉയർന്ന ഉദ്യോഗസ്ഥനോട് ഈ വിവരം പറയുവാനായിട്ടും ബഷീർ പറഞ്ഞു. ഉയർന്ന ഉദ്യോഗസ്ഥനടുത്ത് ചെന്ന പീറ്റർ ആണെങ്കിൽ, സാറേ എന്നെ ആ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കണം, ഞാൻ ഇവിടെ നിന്നുകൊള്ളാമെന്ന് പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത്, നിനക്ക് അവിടേക്ക് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്, നീ ജോലി റിസൈൻ ചെയ്ത് നിന്റെ വീട്ടിൽ പോയിരിക്കേ എന്നുള്ള കാര്യം പറയുന്നു. അത് കേട്ടതും പീറ്ററിന് മറുപടിയില്ലായിരുന്നു. വേറെ നിവർത്തിയില്ലാതെ പീറ്റർ ആണെങ്കിൽ ആ ഒരു ഗ്യാങ്ങിനൊപ്പം വയനാട്ടിലെ കാടിനുള്ളിലേക്ക് പോകേണ്ടി വന്നു. ആ ഒരു സീൻ അവിടെ കട്ടായി പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. പീറ്ററിനെ പോലീസുകാരെല്ലാവരും കൂടി അടിച്ചവശനാക്കി ഒരു ഗോഡൌൺ പോലുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് പോലീസുകാരാണെങ്കിൽ പീറ്ററിനെ ഒരുപാട് തല്ലുന്നുണ്ട്. അവശനായി കിടക്കുന്ന പീറ്ററിനോട്, നിനക്കൊരിക്കലും പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാകില്ലടാ, നീ സത്യം തുറന്നു പറയുന്നതാ നിനക്ക് നല്ലത് എന്നുള്ള കാര്യം പോലീസുകാർ പറയുന്നു. അവശനായി കിടക്കുകയാണ് പീറ്റർ. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. വയനാട്ടിലെ ജനങ്ങൾ പോരാട്ടം നടത്തുന്ന സ്ഥലത്തേക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം പോലീസ് ഫോഴ്സിനെ അയച്ചിട്ടുണ്ടല്ലോ. ആ കൂട്ടത്തിൽ പീറ്ററും ഉണ്ടല്ലോ. എന്നാൽ ജനങ്ങളാണെങ്കിൽ പോരാട്ടം അവസാനിപ്പിക്കുന്നതേയില്ല. എന്നാൽ അതേസമയം തന്നെ അവിടെ പുതുതായി ജോയിൻ ചെയ്യുന്ന IPS ഓഫീസറായ രഘുറാം എത്തുകയാണ്. രഘുറാം ജനങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പോരാട്ടമൊക്കെ നടത്തുന്നത്? നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതെന്തായാലും സർക്കാർ തരും. നിങ്ങൾക്കുള്ള ഭൂമി അനുവദിച്ച് തരിക തന്നെ ചെയ്യും. പിന്നെ ഈ പോരാട്ടമൊക്കെ വെറുതെയാണെന്നുള്ള കാര്യം രഘുറാം പറയുന്നു. ജനങ്ങൾ പോരാട്ടത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് രഘുറാമിന് മനസ്സിലായി. രഘുറാം ജനങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ ഒരു പോരാട്ടം അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്ത് നിങ്ങൾ നന്നായിട്ട് ജീവിക്കാനായി നോക്ക്. അപ്പോഴേക്കും നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് സർക്കാർ നിങ്ങൾക്ക് ചെയ്തു തരുമെന്നും രഘുറാം പറയുന്നു. എന്നാൽ അതിന് മറുപടിയായിട്ട് ജനങ്ങൾ പറയുന്നത്, അല്ല, ഞങ്ങൾ ജോലി ചെയ്യുവാനായിട്ട് നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദിവാസികളാണെന്ന പേരിൽ ഞങ്ങൾക്ക് ആരും ജോലി തരത്തില്ല. മാത്രമല്ല ഇവിടെ ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നതേയില്ല. കുടിവെള്ളവുമില്ല, നല്ല ഭൂമിയുമില്ല എന്നുള്ള കാര്യമെല്ലാം ജനങ്ങൾ പറയുന്നു. ഇതെല്ലാം എന്ന് നേടിയെടുക്കുന്നോ അന്ന് വരെ ഞങ്ങൾ പോരാടുമെന്നും ജനങ്ങൾ തറപ്പിച്ചു തന്നെ പറയും.
രഘുറാം പറയുന്നതെന്ന് കേൾക്കുവാനായിട്ട് ജനങ്ങൾ കൂട്ടാക്കുന്നില്ല. അവരവരുടെ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് തന്നെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും രഘുറാമിന് മനസ്സിലായി. രഘുറാം അവിടെ നിന്ന് പോകുവാനായും തീരുമാനിച്ചു. അതേ സമയത്തായിരുന്നു ബഷീർ പീറ്ററിനെ രഘുറാമിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും. അങ്ങനെ അന്നേ ദിവസം പോലീസുകാരെല്ലാവരും ടെന്റ് അടിച്ചാണ് അവിടെ താമസിക്കുന്നതും. അടുത്ത ദിവസം തന്നെ നമ്മുടെ പീറ്ററിനെ ശല്യം ചെയ്യുവാനായിട്ട് ഒരു നായ എത്തുകയാണ്. ആ നായ് പീറ്ററിനെ വല്ലാതെ ശല്യം ചെയ്യുന്നു. ശല്യം കാരണം പീറ്റർ ആണെങ്കിൽ നായെ തല്ലി ഓടിക്കും. എന്നാൽ ആ നായയാണെങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിലുള്ള താമി എന്ന പയ്യന്റേതായിരുന്നു. തന്റെ നായയെ പീറ്റർ തല്ലുന്നത് കണ്ട് താമിക്ക് വല്ലാതെ ദേഷ്യം വന്ന് പീറ്ററുമായിട്ട് വഴക്കും പ്രശ്നവും ഒക്കെ ഉണ്ടാവുകയും വലിയൊരു ഫൈറ്റ് തന്നെ അവിടെ നടക്കും. അതിൽ നിന്നും പീറ്ററിനെ ബഷീർ പിടിച്ചു മാറ്റുകയും ഒക്കെ ചെയ്യും. എന്തിനാ ഇവരുമായിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ടാകുന്നത് എനിക്ക് ചോദിക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം പീറ്റർ തുറന്നു പറയുന്നു. താമിയുടെ നായ പീറ്ററിനെ ശല്യം ചെയ്തത് കൊണ്ടാണ് പീറ്റർ തല്ലിയതെങ്കിലും താമിയുമായിട്ടും ആ ഒരു ജനങ്ങളുമായിട്ടും യാതൊരുവിധ പ്രശ്നത്തിനും പോകരുത് എന്ന് പറഞ്ഞാണ് ബഷീർ പീറ്ററിനെ വഴക്ക് പറഞ്ഞ് ഒതുക്കി നിർത്തുവാനായി നോക്കുന്നതും. എന്നാൽ പീറ്ററിനാണെങ്കിലോ ഈ പോലീസ് ജോലിയോടോ പോലീസ് യൂണിഫോമിനോടോ ഒട്ടും തന്നെ താല്പര്യമേ ഇല്ല. ഇഷ്ടപ്പെടാതെയാണ് ആ ജോലി പീറ്റർ ചെയ്യുന്നത് പോലും. മാത്രമല്ല ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അറിയുന്നതിനോ അതിനിടപെടുന്നതിന് വേണ്ടിയിട്ടൊന്നും പീറ്റർ ശ്രമിക്കുന്നതേയില്ല. പീറ്ററിന് ഒട്ടും തന്നെ ഇഷ്ടമല്ലാതെയാണ് അവിടെ നിൽക്കുന്നത് പോലും. പീറ്ററിനാണെങ്കിൽ താമിയോട് നല്ല ദേഷ്യമുണ്ട്. താമിക്കിട്ട് പണി കൊടുക്കണമെന്നാണ് പീറ്ററിന്റെ മനസ്സ് മുഴുവൻ. അതെല്ലാം കഴിഞ്ഞ് പ്രസന്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. പീറ്ററിനെ കൊണ്ടുപോയി പോലീസുകാർ തല്ലിച്ചതച്ച് ബോധം കെടുത്തിയിട്ടിരിക്കുകയാണല്ലോ. പീറ്ററിന് ഇപ്പോൾ ബോധം വരുന്നു. പോലീസുകാർ പീറ്ററിനെ ഒരുപാട് ചോദ്യം ചെയ്യുന്നുണ്ട്. സത്യം പറയടാ, നീ എന്തിനാ അങ്ങനെ ചെയ്തത്? നീ മനഃപൂർവ്വമല്ലേ അവനെ ഷൂട്ട് ചെയ്തത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ നിന്റെ ബുള്ളറ്റാണ് അവന്റെ നെഞ്ചു തളച്ച് കയറിയിരിക്കുന്നതെന്ന് മനസ്സിലായി. നീ എന്തിനാ അവനെ ഷൂട്ട് ചെയ്തത്? അല്ല, എന്തെങ്കിലും പോരാട്ടം നടക്കുന്ന സമയത്ത് കാലിനല്ലേ ഷൂട്ട് ചെയ്യേണ്ടത്? പിന്നെ നീ എന്തിനാ അവന്റെ നെഞ്ചു നോക്കി ഷൂട്ട് ചെയ്തത്? നീ മനഃപൂർവ്വമല്ലേടാ ഇതൊക്കെ ചെയ്തത്? സത്യം പറയടാ എന്നൊക്കെ പോലീസുകാർ പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് പീറ്റർ പറയുന്നത്, സാറേ, നിങ്ങൾ ഇതും കൊണ്ട് കോർട്ട് വരെ പോയാലും ഈ ഒരു കേസ് നിലനിൽക്കാനൊന്നും പോകുന്നില്ല എന്നായിരുന്നു പീറ്ററിന്റെ മറുപടി. അത് കഴിഞ്ഞ് വീണ്ടും പോരാട്ടം നടത്തുന്ന ആദിവാസി ജനങ്ങളെയാണ് കാണിക്കുന്നത്. അവരുടെ നേതാവായ ശാന്തിയാണെങ്കിൽ കളക്ടറിനെ കാണാൻ വന്നിട്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം കളക്ടറിനോട് പറയുന്നു. എന്നാൽ കളക്ടർ പറയുന്നത്, നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തിത്തരാം, പക്ഷേ നിങ്ങൾ ആ കാടിൽ നിന്നും പുറത്തേക്ക് വരണമെന്നാണ്. എന്നാൽ അതിന് മറുപടിയായിട്ട് ശാന്തി ചോദിക്കുന്നത്, കാട്ടിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഭൂമി നിങ്ങൾ തരുമോ? അല്ല, നിങ്ങൾക്ക് മുൻപ് ഭരിച്ചിരുന്നവരെല്ലാം ഭൂമി തരാമെന്ന് ഞങ്ങൾക്ക് വാക്ക് നൽകി. എന്നാൽ നിങ്ങളാണെങ്കിൽ അത് തരില്ല എന്നല്ലേ പറയുന്നത്? എന്നാൽ അതിന് കളക്ടറിന് മറുപടിയില്ലായിരുന്നു. എന്തായാലും അവരുടെ ആവശ്യം നേടിയെടുക്കുന്നത് വരെ അവർ പോരാട്ടം നടത്തുമെന്ന് തന്നെയാണ് ശാന്തിയും ഗ്യാങ്ങും വാക്ക് പറഞ്ഞിട്ട് പോയതും. എന്നാൽ മറ്റൊരു വശത്ത് പോലീസുകാരിൽ ഉയർന്ന ഉദ്യോഗസ്ഥനും രാഷ്ട്രീയക്കാരനും കൂടി ചർച്ച നടത്തുകയാണ്. എങ്ങനെയെങ്കിലും അവരെ ആ കാട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരണം. അതാണ് അവരുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുവാനും അവർ തയ്യാറായിരുന്നു. അന്നേ ദിവസം കാടിനുള്ളിലെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. ജനങ്ങളെല്ലാം അതിൽ പങ്കെടുക്കുവാനായും പോയ സമയം IPS ഓഫീസറായ രഘുറാം ആണെങ്കിൽ ആരും അറിയാതെ അവർക്ക് കുടിക്കാൻ വെച്ചിരുന്ന വെള്ളത്തിലാണെങ്കിൽ ഫുഡ് വേസ്റ്റ് എല്ലാം കലർത്തി വെക്കുന്നു. ജനങ്ങളാണെങ്കിൽ അത് കാരണം ബുദ്ധിമുട്ടുമല്ലോ, അതിവർക്കും അറിയാം. അങ്ങനെയെങ്കിലും അവർ ആ കാട് വിട്ട് പുറത്തേക്ക് വരുമെന്നാണ് ഇവരുടെ എല്ലാം മനസ്സിൽ. എന്നാൽ രഘുറാം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി പീറ്റർ കണ്ടു. പീറ്റർ അക്കാര്യം ഉടനെ വന്നിട്ട് ബഷീറിനോട് പറയുകയും ചെയ്യും. എന്നാൽ അതിന് മറുപടിയായിട്ട് ബഷീർ പറയുന്നത്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ ശ്രദ്ധിക്കരുത് എന്നായിരുന്നു. പോലീസുകാരാണെങ്കിൽ അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ ഫുഡ് വേസ്റ്റ് കലർത്തിയെന്ന് മനസ്സിലാക്കി ശാന്തിയും കൂട്ടരും രഘുറാമിനടുത്തേക്ക് എത്തുന്നു. നിങ്ങൾ എന്തിനാണ് ഫുഡ് വേസ്റ്റ് കലർത്തിയത് എന്നൊക്കെ ചോദിച്ച് വലിയ പ്രശ്നം തന്നെ നടക്കും. അതിന് മറുപടിയായിട്ട് രഘുറാം പറയുന്നത്, നിങ്ങൾക്ക് കാവൽ നിൽക്കലല്ല ഞങ്ങളുടെ പണി. നാളെ തന്നെ എല്ലാവരും ഈ കുടില് വിട്ടിട്ട് നാട്ടിലേക്ക് പൊയ്ക്കോളണമെന്ന് രഘുറാം വിരട്ടുന്നു. പക്ഷെ അതൊന്നും കേൾക്കുവാനായിട്ട് ജനങ്ങൾ തയ്യാറാകുന്നതേയില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളെ അവിടെ നിന്ന് ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഫോഴ്സിനെ കൂടി അവിടേക്ക് ഇറക്കും. ആർമി ഫോഴ്സൊക്കെ വരുന്നത് കണ്ട് ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന മട്ടിൽ ചിന്തിച്ചു നിൽക്കുകയാണ് പീറ്റർ. അടുത്ത ദിവസം തന്നെ കാട്ടിൽ കഞ്ചാവ് കടത്തുന്നു എന്ന വിവരം കിട്ടി രഘുറാമാണെങ്കിൽ 2 ആർമി ഓഫീസർമാരെയും പീറ്ററിനെയും ബഷീറിനെയും അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. ഒരു ആർമി ഓഫീസറും പിന്നെ പീറ്ററും പിന്നെ മറ്റൊരു ആർമി ഓഫീസറും ബഷീറും കൂടി 2 ആയിട്ട് തിരിഞ്ഞാണ് അന്വേഷിക്കുവാനായി ആരംഭിച്ചത്. അപ്പോൾ കാട്ടിലുള്ള കുറച്ചു പേരാണെങ്കിൽ എന്തൊക്കെയോ അവിടെ പറക്കി വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവർ കരുതിയത് പോലീസ് ഓഫീസർ പറഞ്ഞതുപോലെ കഞ്ചാവായിരിക്കുമെന്ന, പക്ഷേ അതല്ലായിരുന്നു. ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. ആ വിവരം പീറ്റർ ആണെങ്കിൽ രഘുറാമിനെ അറിയിക്കും. അവരവിടെ കഞ്ചാവൊന്നും കടത്തുകയല്ല, ധാന്യങ്ങൾ ശേഖരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് പീറ്റർ രഘുറാമിനെ അറിയിച്ചതും. അങ്ങനെ പീറ്ററിനൊപ്പം പോയ ആർമി ഓഫീസറും തിരികെ വരും. പക്ഷേ ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ബഷീറിനൊപ്പം പോയിട്ടുള്ള ആർമി ഓഫീസറും തിരികെ വന്നതേയില്ല. ബഷീറിനെ കാത്തിരിക്കുകയാണ് പീറ്റർ.
ബഷീറിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ചിന്തയാണ് പീറ്ററിന്. പീറ്റർ ആ കാര്യമാണെങ്കിൽ രഘുറാമിനോട് പറയുന്നു. ഒരുപാട് നേരമായിട്ടും ബഷീറിനെയും ആർമി ഉദ്യോഗസ്ഥനെയും കാണുന്നില്ല, നമുക്കൊന്ന് അന്വേഷിച്ചാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് രഘുറാം പറയുന്നത്, ഇവിടെ അതിനേക്കാൾ വലുതായിട്ട് ഒരുപാട് കേസ് കിടക്കുകയാ, അതിനിടയ്ക്കാ ഇനി ബഷീറിനെ കണ്ടുപിടിക്കാനായി പോകുന്നത്. ഒന്നാമത് മുകളിൽ നിന്നും നല്ല പ്രഷറുണ്ട്. ബഷീർ കുട്ടിയൊന്നുമല്ലല്ലോ, പോയി കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വരുമല്ലോ എന്നുള്ള കാര്യമൊക്കെ രഘുറാം പറയുന്നു. എന്നാൽ കുറെ നേരം കഴിഞ്ഞതും ആദിവാസി കുട്ടികളുടെ കയ്യിലാണെങ്കിൽ വാക്കി ടോക്കി ഇരിക്കുന്നത് പീറ്റർ കാണുന്നു. അതും ബഷീറിന്റെ വാക്കി ടോക്കിയായിരുന്നു. അത് കണ്ടതും പീറ്ററിന് എന്തൊക്കെയോ സംശയം തോന്നുന്നു. ബഷീറിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്ന ചിന്തയായിരുന്നു പീറ്ററിന്. കുറെ നേരം കഴിഞ്ഞതും ബഷീറിനൊപ്പം പോയ ആർമി ഉദ്യോഗസ്ഥനാണെങ്കിൽ തിരികെ വരും. വളരെ അവശനായിട്ടാണ് തിരികെ വരുന്നത്. പക്ഷെ ബഷീറില്ല. ആ ഒരു ആർമി ഉദ്യോഗസ്ഥനോട് ബഷീറിനെ പറ്റി അന്വേഷിച്ചിട്ടും അയാൾ എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. പീറ്ററിനാണെങ്കിൽ വല്ലാതെ ടെൻഷൻ ആകുവാനായും തുടങ്ങി. കുറച്ചുപേരെ കൂട്ടി കാട്ടിലൊക്കെ അന്വേഷിക്കുവാനായിട്ടും പീറ്റർ തീരുമാനിച്ചു. കാടിനുള്ളിലൂടെ അന്വേഷിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ അവിടെ നിന്നും കത്തിയും പിന്നെ ബഷീറിന്റെ ഡെഡ് ബോഡിയും കിട്ടുകയാണ്. ബഷീർ മരണപ്പെട്ടു. അത് പീറ്ററിന് താങ്ങാനായില്ല. പീറ്ററിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ബഷീറാണല്ലോ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. പീറ്ററിനാണെങ്കിൽ ആരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തിയേ പറ്റൂ. അത്രയും ടെൻഷനായിരുന്നു പീറ്ററിന്. പീറ്റർ നേരെ രഘുറാമിനടുത്തെത്തി, ബഷീർ മരണപ്പെട്ടിരിക്കുന്നു, ആരോ കൊന്നതാണ്, കരുതി കൂട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നതാണ് എന്നുള്ള കാര്യവും പീറ്റർ രഘുറാമിനോട് പറയുന്നു. എന്നാൽ രഘുറാം പറയുന്നത് ഇതിന് പിന്നിൽ മറ്റാരുമല്ല, ഈ ആദിവാസി ജനങ്ങൾ തന്നെയാ. ബഷീറിനെ കൊന്നതാണെങ്കിൽ ഇതിന് പിന്നിൽ മറ്റാരുമല്ല, ആ ആദിവാസി ജനങ്ങൾ തന്നെയാണെന്നുള്ള കാര്യം രഘുറാം പറയുന്നു. അത് കേട്ടതും പീറ്ററിന് വല്ലാതെ ദേഷ്യം വരും. ഈ പീറ്ററിന് ഓൾറെഡി ആദിവാസി ജനങ്ങളോട് വല്ലാതെ ദേഷ്യമുണ്ടായിരുന്നു. ഇതും കൂടി ആയപ്പോൾ ദേഷ്യം കൂടുകയാണ് ചെയ്തത്. പീറ്ററാണെങ്കിൽ കത്തിയും എടുത്ത് നേരെ പോകുന്നത് ആ ഒരു ആർമി ഓഫീസറിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് ആർമി ഓഫീസറിനെ ഒരുപാട് വിരട്ടും. ബഷീർ മരിക്കാൻ കാരണം ആദിവാസി ജനങ്ങളാണോ എന്നൊക്കെ ചോദിച്ച് ആർമി ഓഫീസറിനെ ഒരുപാട് വിരട്ടുന്നു. എന്നാൽ ആർമി ഓഫീസർ ആണെങ്കിൽ പീറ്ററിനോട് തിരിച്ച് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. ഒരു ഘട്ടത്തിൽ പീറ്ററിന് ഒരു സത്യം മനസ്സിലായി. എന്തെന്നാൽ ബഷീറിന്റെ മരണത്തിന് പിന്നിൽ ആദിവാസികളല്ല, അവിടെയുള്ള മറ്റാരൊക്കെയോ ആണ്. ഒരു ഘട്ടത്തിൽ പീറ്ററിന് സത്യം മനസ്സിലായി. എന്തെന്നാൽ ആ രണ്ട് ആർമി ഓഫീസറിന്റെയും കൂടെ പീറ്ററിനെയും ബഷീറിനെയും രണ്ടുപേരായിട്ട് പിരിച്ചു വിട്ടതിനു ശേഷം ബഷീറിനൊപ്പം പോയ ആ ഒരു ആർമി ഓഫീസറിനെ കൊണ്ട് ബഷീറിനെ കൊല്ലിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ആ പഴി ആദിവാസി ജനങ്ങളുടെ മണ്ടയിൽ ഇട്ടുകൊടുത്തു. അതോടുകൂടി പ്രക്ഷോഭം കുറച്ചുകൂടി വലുതാകുമല്ലോ. അത് തന്നെയായിരുന്നു ഇത് ചെയ്യിപ്പിച്ചവരുടെ ഉദ്ദേശവും. എന്നിട്ട് പീറ്റർ തന്റെ ഒരു കണ്ടെത്തൽ കൂടി പറയുകയാണ്. ആദിവാസി ജനങ്ങളാണ് ഒരു പോലീസുകാരനെ കൊന്നുവെന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും അവരെ ഇവിടെ നിന്ന് ഓടിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ആരുടെയും മാസ്റ്റർ പ്ലാനാണിതെന്നും പീറ്റർ പറയുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇതിന്റെ എല്ലാത്തിന്റെ മാസ്റ്റർ പ്ലാൻ മറ്റാരുടെയുമല്ല, രഘുറാമിന്റേതാണെന്നും പീറ്റർ തിരിച്ചറിയുകയാണ്. ആ ഒരു നിമിഷം പീറ്റർ തകർന്നു പോകുന്നു. മാത്രമല്ല, എന്തിനായിരിക്കും പോലീസുകാരെ വെച്ച് ഈ പാവപ്പെട്ട ജനങ്ങളെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കുവാനായിട്ട് രഘുറാം ശ്രമിക്കുന്നത് എന്നെല്ലാമുള്ള സംശയം പീറ്ററിന് വരുന്നു. ഇവരുടെ കയ്യിൽ നിന്നും ആ പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും പീറ്റർ ചിന്തിക്കുന്നു. പീറ്റർ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് രഘുറാമിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പീറ്ററിനെ കൊന്നു കളയുന്നതിന് വേണ്ടിയിട്ട് രഘുറാം കുറച്ച് പോലീസുകാരെയും അയക്കുന്നു. മാത്രമല്ല, ആ ജനങ്ങളുമായിട്ട് പോലീസുകാരും വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. അതിൽ രഘുറാമിന്റെ നേതൃത്വത്തിൽ വെടിയുതിർക്കുകയും ചെയ്യുന്നു. അതിലൊരുപാട് പേർ മരണപ്പെടുകയും ഒക്കെ ചെയ്യും. രഘുറാമും ഗ്യാങ് ചേർന്ന് പാവപ്പെട്ട ജനങ്ങളെ ഓരോരുത്തരെയായും ദ്രോഹിക്കുകയും കൊന്നൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് പീറ്റർ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ രഘുറാമിന്റെയും ടീമിന്റെയും കയ്യിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുവാനായിട്ട് പീറ്ററും ഒരുപാട് ശ്രമിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് പ്രസന്റ് സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അവശനായി കിടക്കുന്ന പീറ്ററിനെ കാണുവാനായിട്ട് രഘുറാം എത്തുന്നുണ്ട്. നീയാണ് അവരെ കൊന്നതെന്ന് അങ്ങ് സമ്മതിക്കേ, ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ കൊന്നുകളയും, നീ തോറ്റുപോയല്ലേടാ എന്നൊക്കെ രഘുറാം പീറ്ററിനോട് ചോദിക്കും. എന്നാൽ പീറ്റർ ആണെങ്കിൽ അതിന് ചിരിച്ചും കൊണ്ട് മറുപടി പറയുന്നത് ഇങ്ങനെയാ: ഞാൻ ജയിച്ചു നിൽക്കുക തന്നെയാണെന്നാണ് പീറ്റർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് പിന്നീട് കാണിക്കുന്നത്. അന്ന് രഘുറാമും ഗ്യാങ് ചേർന്ന് ആ ആദിവാസി ജനങ്ങൾക്കെതിരെയാണെങ്കിൽ വെടിവെപ്പ് നടത്തിയല്ലോ. അതിൽ നിന്നും പീറ്റർ അവരെ രക്ഷിക്കുവാനൊക്കെ ശ്രമിച്ചിട്ടും നടന്നില്ലല്ലോ. പീറ്റർ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ചെന്ന് കോടതിയെ അറിയിക്കുന്നു. കോടതിയുടെ മുന്നിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. ആ ഒരു വെടിവയ്പിൽ ആരും തന്നെ മരണപ്പെട്ടിട്ടില്ല എന്നായിരുന്നു രഘുറാം കോടതിയിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതും. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു വെടിവയ്പിൽ ഒരുപാട് പേർ മരണപ്പെട്ടു എന്നും മരണവാർത്ത പുറത്തു വരാതിരിക്കാനായിട്ട് മരിച്ചവരെ എല്ലാവരെയും കത്തിച്ചു കളയുകയാണ് ചെയ്തത് എന്നുള്ള സത്യവും പീറ്റർ കോടതിക്ക് മുന്നിൽ തുറന്നു പറയുന്നു. അതോടുകൂടി യഥാർത്ഥ പ്രതികളെയെല്ലാം കോടതിക്ക് മനസ്സിലായി. കോടതിയുടെ മുന്നിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടാണ് പീറ്റർ ഇപ്പോൾ രഘുറാമിന്റെയും ടീമിന്റെയും കയ്യിൽ വന്ന് പെട്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും സുരക്ഷിതനാണ്, പക്ഷേ സുരക്ഷിതനല്ലാത്തത് നിങ്ങളാണെന്ന് രഘുറാമിനോട് പീറ്റർ പറയുന്നു.
പീറ്റർ സത്യങ്ങളെല്ലാം കോടതിക്ക് മുൻപാകെ തുറന്നു പറഞ്ഞതിനാൽ മുത്തങ്ങ വെടിവെപ്പിന് കാരണക്കാരായ എല്ലാവരെയും ശിക്ഷിക്കുവാനായിട്ട് കോടതി വിധിച്ചു. അങ്ങനെ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. മാത്രമല്ല ആദിവാസി ജനങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ഭൂമി സർക്കാർ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പീറ്റർ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കുകയാണ്. അതോടുകൂടി സിനിമയുടെ കഥ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.